ഹായ് ഹലോ. നമ്മൾ ഇന്നൊരു 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ കോഡാണ് 184/2023. 81 മുതൽ 100 വരെ 20 മാത്സ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് 81. 0.01 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 0.0001 കിട്ടും? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? മാത്തമെറ്റിക്കലി ക്വസ്റ്റ്യൻ എഴുതാം. 0.01 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു, അതാണ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.0001 കിട്ടും. അങ്ങനെയാണെങ്കിൽ സംഖ്യ കണ്ടെത്തുക. സംഖ്യയല്ലേ എക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 0.01 ഈക്വൽ ടുവിനപ്പുറം കൊണ്ടുപോകും. അപ്പോൾ അതെന്താവുന്നു? ഈക്വൽ ടുവിനപ്പുറം പോകുമ്പോൾ ഇൻറ്റു ചെയ്തിരിക്കുന്നത് ഡിവൈഡഡ് ബൈ ആവും. അപ്പോൾ എക്സ് ഈക്വൽ ടു 0.0001 ഭാഗം 0.01 ഇല്ലേ? എന്ന് പറഞ്ഞാൽ പോയിന്റ് മാറ്റിയിട്ട് നമ്മൾ സംഖ്യകൾ എഴുതും. 1/1 എഴുതി. ഇനി നമുക്ക് പോയിന്റ് മാറ്റാൻ ചെയ്ത കാര്യങ്ങൾ നോക്കാം. മുകളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ട്? 4 നമ്പേഴ്സും താഴെ ഛേദത്തിൽ 2 നമ്പേഴ്സും ഉണ്ട്. എവിടെയാണ് കുറവ്? ഛേദത്തിൽ കുറവാണ്. അംശത്തിൽ എത്രയാവണം എന്നുണ്ടെങ്കിൽ എത്ര സീറോ നമ്മൾ കൊടുക്കേണ്ടി വരും? 2 സീറോ കൊടുക്കണം. അപ്പോൾ 2 സീറോ കൊടുത്തു. താഴെ ഛേദത്തിൽ 2 സീറോ കൊടുത്തു. 1/100 ആയി. 1/100 എന്ന് പറഞ്ഞാൽ 2 സീറോ വരുന്ന നമ്പർ ആയതുകൊണ്ട് 0.01 എന്ന് കിട്ടി. 0.01 ഓപ്ഷൻ സി. 81 ഓപ്ഷൻ സി. അടുത്തത് 82. ഒരു വരിയിൽ 50 സെൻറ്റിമീറ്റർ അകലത്തിൽ ചെടികൾ നട്ടു. 50 സെൻറ്റിമീറ്റർ അകലത്തിൽ ചെടിയുണ്ട്. ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിലുള്ള അകലം കണ്ടെത്തണം. 82 ക്വസ്റ്റ്യൻ. 1 കഴിഞ്ഞ് രണ്ടാമത്തെ ചെടി തമ്മിൽ 50 സെൻറ്റിമീറ്റർ അകലമുണ്ട്. 2, 3 തമ്മിൽ 50 സെൻറ്റിമീറ്റർ അകലമുണ്ട്. അങ്ങനെ 11 വരെയും 50 സെൻറ്റിമീറ്റർ അകലത്തിൽ ചെടികൾ നട്ടിട്ടുണ്ട്. നമ്മൾ കണ്ടെത്താനുള്ളത് ഇവ തമ്മിലുള്ള അകലം, 1ഉം 11ഉം തമ്മിലുള്ള അകലം. അപ്പോൾ ഇതിനിടയ്ക്ക് എത്ര അകലങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 മുതൽ 2 വരെ 1, 2 മുതൽ 3 വരെ ആയപ്പോൾ 2, അങ്ങനെ 10 അകലങ്ങൾ വരും. 10 ഇൻ്റർവെല്ലുകൾ വരും. എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ 11 1 കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 10 എന്ന് കിട്ടും. ഓരോന്നും തമ്മിലുള്ള അകലവും നമുക്കറിയാം 50 ആണ്. ഓരോന്നും തമ്മിലുള്ള അകലം എത്രയാണ്? 50. 10 × 50 എത്ര കിട്ടും? 500 എന്ന് കിട്ടും. ഓപ്ഷൻ ബി. 82 ഓപ്ഷൻ ബി. 83 ഇതാണ്. 28 × 25 തുല്യമായത് ഏത്? നമുക്ക് ഓപ്ഷനിലോട്ടൊന്ന് നോക്കാം. 23 × 26, 24 × 27 അതൊന്നും ആയിരിക്കില്ല. 100 × 4 ഉണ്ട്, 100 × 7 ഉണ്ട്. നമുക്ക് 28 × 25 ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു നമ്പറാക്കി എഴുതണം, ഇല്ലേ? 28നെയും 25നെയും എന്ത് വന്നാലും 23ലോട്ടും 26ലോട്ടും 24ലോട്ടും 27ലോട്ടും എഴുതാൻ പറ്റില്ല. ഈ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ആയിരിക്കും നമ്മുടെ ആൻസർ എന്നറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന നമ്പേഴ്സിനെ 100ലോട്ടോ 4ലോട്ടോ 7ലോട്ടോ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ എഴുതി 28 × 25 അല്ലേ? 100ലോട്ടാക്കാൻ, 25നെ 100ലോട്ടാക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 28നെ 100ലോട്ടാക്കാൻ പറ്റില്ല. അപ്പോൾ 25നെ ഞാൻ എങ്ങനെ എഴുതും? 25നെ 4 കൊണ്ട് ഗുണിക്കണം. 4 കൊണ്ട് ഗുണിക്കണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് എക്സ്ട്രാ കൊടുക്കാൻ പറ്റത്തില്ല. 28നെ 4 കൊണ്ട് ഗുണിച്ച് എഴുതാൻ പറ്റുമോ നോക്കാം. 28നെ 4 കൊണ്ട് ഗുണിച്ച് എഴുതാൻ പറ്റും. എന്താണ്? 7 × 4, 7 4 28. ഇപ്പം ആയില്ലേ? നമ്മുടെ പറഞ്ഞിരിക്കുന്ന രീതിയിലായില്ലേ? 28നെ എന്തെന്ന് എഴുതി? 7 × 4 എന്നും 25 അതുപോലെ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 25 × 4ന് പകരം എന്തെടുക്കാം? 100 എന്ന് എടുക്കാം. 25 × 4 100 അല്ലേ? അപ്പോൾ 7 × 100 എന്നായി. 7 × 100 അല്ലാന്നുണ്ടെങ്കിൽ 100 × 7 ഓപ്ഷൻ ഡി. ഓക്കെ. 83 ഓപ്ഷൻ ഡി. 84 ഇതാണ്. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 10 ആണ്. 40 കുട്ടികളുടെ ശരാശരി വയസ്സ് തന്നിട്ടുണ്ട്, അല്ലേ? 40 കുട്ടികളുടെ ശരാശരി വയസ്സ്. അപ്പോൾ 10 ആയതുകൊണ്ട് നമുക്ക് തുക കണ്ടുപിടിക്കാനായിട്ട് തുക സമം നമ്മൾ എന്ത് ചെയ്യുന്നു? എണ്ണം കൊണ്ട് ശരാശരിയെ ഗുണിക്കും, അല്ലേ? എണ്ണം എത്രയാണ്? 40 ഇൻറ്റു ശരാശരി എത്രയാണ്? 10. 40 × 10 എത്ര കിട്ടുന്നു? 400 എന്ന് കിട്ടി. ഇപ്പം നമുക്ക് തുകയായി. 40 കുട്ടികളുടെ ശരാശരി വയസ്സ് വെച്ചിട്ട് നമ്മൾ തുക കണ്ടുപിടിച്ചു. ടീച്ചറെ കൂടി ചേർത്തപ്പോൾ ടീച്ചറുടെ വയസ്സ് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ടീച്ചറെ കൂടി ചേർത്തു, അതായത് എക്സ് ചേർത്തു. അപ്പോൾ എണ്ണവും കൂടി. ആദ്യം 40 കുട്ടികളായിരുന്നത് ഒരാൾ കൂടെ കൂടിയിട്ട് 41 ഇപ്പോഴത്തെ ശരാശരി വയസ്സും കൂടിയിട്ടുണ്ട്. എത്രയായി? 11 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ് ആണ് കണ്ടെത്തേണ്ടത്. എക്സ് കണ്ടെത്താൻ എന്ത് ചെയ്യുന്നു? ഭാഗം 41 സമത്തിനപ്പുറം പോകുമ്പോൾ 400 + x = 11 × 41 എന്നാവും. 11 × 41 എത്രയാണ്? 451. എക്സ് ആണ് കണ്ടെത്തേണ്ടത്. എക്സ് സമം 451 - 400 എന്നാവും. പ്ലസ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും. അപ്പോൾ എത്ര കിട്ടും? 51 എന്ന് കിട്ടി. ഓപ്ഷൻ
സി 84 ഓപ്ഷൻ സി. 85 ഇതാണ്. റൂട്ട് 10.89 എത്രയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തെടുക്കാം? പോയിന്റ് മാറ്റിയിട്ട് നമ്പേഴ്സ് നോക്കാം. 1089ൻ്റെ റൂട്ട് കണ്ടെത്തണം. ഓപ്ഷനിലോട്ട് നോക്കി, ഏതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ്? 43, 33, 23, 39. നമ്മുടെ ഓപ്ഷൻസിൽ റേഞ്ച് വരുന്നത് 20 മുതൽ എത്രയാണ്? 50-നിടയ്ക്കാണ് നമ്മുടെ ഓപ്ഷൻസ് വരുന്നത്. 20ൻ്റെ സ്ക്വയർ എത്രയാണ്? 20ൻ്റെ സ്ക്വയർ 400 ആണ്. അപ്പോൾ 400ഉം 1089 എന്ന് പറയുന്ന നമ്മുടെ സംഖ്യയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അടുത്ത് നമുക്ക് എന്തെടുക്കാം? 30 എടുക്കാം. 30ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 900 ആണ്. 900-നെക്കാളും കൂടുതലായിരിക്കും എപ്പോഴും. ഇനി നമുക്ക് 40ൻ്റെ സ്ക്വയർ എടുക്കാം. 40ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1600 ആണ്. അത് 1089-നെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ നമ്മുടെ നമ്പർ എവിടെ വരും? 30നും 40നും ഇടയ്ക്ക് വരുന്നു. 30നും 40നും ഇടയ്ക്കായിരിക്കും നമ്മുടെ നമ്പർ വരുന്നത് അല്ലേ? ഇതിനൊക്കെ 900നും 1600നും ഇടയ്ക്കാണ് നമ്മുടെ നമ്പർ ഉള്ളത്. ഇനി നമ്മുടെ ഓപ്ഷനിൽ അങ്ങനെ വരുന്ന ഏത് നമ്പരൊക്കെ ഉള്ളൂ? 33ഉം 39. 33ൻ്റെ ലാസ്റ്റ് നമ്പർ 3 ആണ്. 3ൻ്റെ സ്ക്വയർ 9 ആണ്. അപ്പോൾ നമ്മുടെ ആൻസറിൻ്റെ സ്ക്വയറും, അതായത് 33ൻ്റെ സ്ക്വയറും 9 ആയിരിക്കും. അടുത്ത നമ്പർ 39 ആണ്. 9ൻ്റെ സ്ക്വയർ 81 ആണ്. ലാസ്റ്റ് നമ്പർ എന്തായിരിക്കും? ആൻസർ സ്ക്വയർ എടുക്കുമ്പോൾ 1 വരും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആൻസർ കിട്ടി. 33ൻ്റെ സ്ക്വയർ ആയിരിക്കും 1089. അപ്പോൾ ആൻസർ എന്താണ്? 3.3 എന്ന് കിട്ടും. 85 ഓപ്ഷൻ ബി. 86 ഇതാണ്. ഒരു പാത്രത്തിൽ 3/4 ഭാഗം വെള്ളം എടുത്തപ്പോൾ 3/4 എന്ന് പറഞ്ഞാൽ 3/4. 3/4 3/4 ഭാഗം വെള്ളം എടുത്തപ്പോൾ 1.5 ലിറ്ററായി. അപ്പം നമുക്കിതിനെ മിക്സഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ആക്കാം. അപ്പോൾ എന്ത് ചെയ്യും? 1 × 2 2 + 1 എന്തായി? 3 ആയി. 3 ഛേദത്തിൽ 2 എഴുതി. 3/4 എന്ന് പറഞ്ഞാൽ 3/2 ആണെങ്കിൽ നിറയെ വെള്ളം എടുത്തപ്പോൾ എന്നാണ് ചോദിച്ചത് ക്വസ്റ്റ്യനിൽ അല്ലേ? നിറയെ വെള്ളം എടുത്താൽ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ആക്കണം. അപ്പോൾ 3/2 ഈ 3/4 ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഗുണിക്കും. അപ്പോൾ എന്താവും? 4/3 എന്നാവും. ക്യാൻസൽ ചെയ്യാം. 3യും 3യും ക്യാൻസൽ ചെയ്തു. 2ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. 2 എന്ന് കിട്ടി. അപ്പോൾ നിറയെ വെള്ളം എടുത്താൽ എത്ര ലിറ്റർ ആവും? അത് 2 ലിറ്റർ ആവും. 86 ഓപ്ഷൻ ഡി 2. അടുത്തത് 87 നോക്കിയേ. 36, 50, 75 എന്നീ സംഖ്യകളുടെ LCM എത്ര? നമുക്ക് എഴുതി നോക്കാം. 36, 50, 75. LCM കാണാൻ അറിയാമല്ലോ. ഇതിനെയൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ നോക്കും. നമ്മൾ ആദ്യം നമ്പേഴ്സിനെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് 50നെയും 75നെയും 25 കൊണ്ട് ഭാഗിച്ചെഴുതാം അല്ലേ? അപ്പോൾ 36 അതുപോലെ എഴുതി. 50-ൽ 2, 75-ൽ 3. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 36, 2, 3 എന്നുള്ളതിൽ 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ 36ഉം 2ഉം ചെയ്യാൻ പറ്റും. എത്രയാവും? 36 18 ആവും. 2 1 ആകും. 3 അതുപോലെ എഴുതി. ഇനി 18നെയും 3നെയും 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 1 1 എന്നായി. ഇനി ഈ പറഞ്ഞ നമ്പേഴ്സ് എല്ലാം കൂടെ എന്ത് ചെയ്യണം? ഗുണിക്കണം. 25 × 2 50 കിട്ടും. ആദ്യത്തെ 2 നമ്പറും കൂടെ ഗുണിച്ച് 50 ആയി. 3 × 6 18 ആണ്. 3 × 6 18. 50 × 18 എന്ന് വരും അല്ലേ? അപ്പോൾ 18 × 5 എത്രയാണ്? 900 ആണ്. 900 അല്ലേ? 900 എന്ന് കിട്ടും. 900 ഓപ്ഷൻ ബി. 87 ഓപ്ഷൻ ബി. അടുത്തത് 88. 25,000 രൂപയ്ക്ക് വാങ്ങിയ അലമാര 23,000 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര? നമുക്ക് തന്നെ അറിയാം നഷ്ടമാണ്. 2000 രൂപ കുറച്ചാണ് വിൽക്കുന്നത്. തമ്മിലുള്ള വ്യത്യാസം 2000 ആണ്. 2000 ഭാഗം വാങ്ങിയ വില എത്രയാണ്? 25,000. 25,000 × 100 ചെയ്യുമ്പോൾ നഷ്ടശതമാനം കിട്ടും. 3 0 ക്യാൻസൽ ചെയ്തു. ഇവിടെയും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ട്? 2 ഭാഗം 25 × 100. 25ഉം 100ഉം ക്യാൻസൽ ചെയ്യാം. ഇവിടെ 4 ആവും. 4 × 2 എന്ന് കിട്ടും. 4 × 2 8% നഷ്ടം. 88 സി അല്ലേ? 89 ഇതാണ്. 1 മുതൽ തുടർച്ചയായ 25 ഒറ്റസംഖ്യകളുടെ തുക എത്രയാണ്? 1 മുതൽ തുടർച്ചയായ 25 ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. n². ഒറ്റസംഖ്യയ്ക്ക് n². ഇരട്ട സംഖ്യയുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n × n+1. ഓക്കെ. ഇനി എണ്ണൽ സംഖ്യയാണെങ്കിലുള്ള ഇക്വേഷനാണ് എന്ത്? എണ്ണൽ സംഖ്യയാണെങ്കിൽ n × n+1/2. ഇങ്ങനെ 3 ഇക്വേഷൻ ഇപ്പോൾ പഠിക്കാം.
അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഇതാണ്, ഒറ്റസംഖ്യകളുടെ തുക n². ഇവിടെ എത്ര ഒറ്റസംഖ്യകളാണ്? 25. അപ്പോൾ 25ൻ്റെ സ്ക്വയർ എത്രയാണ്? 625. ഓപ്ഷൻ ബി. 89 ഓപ്ഷൻ ബി. 90. ഒരു തീവണ്ടി 54 km/h വേഗത്തിൽ സഞ്ചരിക്കുന്നു. 3 മിനിറ്റ് കൊണ്ട് ഈ തീവണ്ടി എത്ര ദൂരം സഞ്ചരിക്കും? നമുക്ക് ദൂരം, ഡിസ്റ്റൻസ് ആണ് കണ്ടെത്തേണ്ടത്. ഡിസ്റ്റൻസ് ഇവിടെ മീറ്ററിലാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാണ്? സ്പീഡ് 54 km/h ആണ്. അതിനെ നമ്മൾ എന്താക്കണം? മീറ്റർ/സെക്കൻഡിലോട്ടാക്കാൻ 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യും. 18നെയും 54നെയും ക്യാൻസൽ ചെയ്യാം. എത്ര കിട്ടും? 3 എന്ന് കിട്ടും. 3 അല്ലേ? 3 8 24 ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ 3 × 5 എത്രയാണ്? 15 എന്ന് കിട്ടും. 15 മീറ്റർ/സെക്കൻഡ്. അടുത്തത് 3 മിനിറ്റ് എന്നുള്ളത് ടൈം തന്നിട്ടുണ്ട്. ടൈം 3 മിനിറ്റ് ആണ്. അതിനെ എന്താക്കണം? സെക്കൻഡിലാക്കണം. സെക്കൻഡിലാക്കാൻ 60 കൊണ്ട് ഗുണിക്കും. 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3 × 60 എത്ര കിട്ടും? 180 സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ്, ദൂരമാണ്. ദൂരം സമം വേഗത ഇൻറ്റു സമയം, അതായത് സ്പീഡ് ഇൻറ്റു ടൈമാണ്. സ്പീഡ് 15, 15 ഇൻറ്റു ടൈം 18, 18 0, 180. 15 × 18 ചെയ്യണം. 15 × 18 ചെയ്യാം. 15 ഇൻറ്റു 18. 5 8 40, 4 8 5 13, 17 1 270. 270 ഒരു 0 കൂടെ ആയപ്പോൾ 2700. 90 ബി എന്ന് കിട്ടി. 90 ഓപ്ഷൻ ബി. അടുത്തത് 91ാമത്തെ ക്വസ്റ്റ്യൻ. 50 ആളുകൾ വരിയായി നിൽക്കുന്നു. ഇതിൽ ഒരറ്റത്ത് നിന്ന് 25ാമത്തെ സ്ഥാനത്താണ് രാജേഷ്. ഒരറ്റത്ത് നിന്ന് 25ാമത് രാജേഷ്. മൊത്തം വരിയിൽ എത്ര പേരുണ്ട്? 50 പേരുണ്ട്. അപ്പോൾ രാജേഷിനെ കഴിഞ്ഞ് എത്ര പേരുണ്ടാവും? 25 ആൾക്കാർ ഉണ്ടാവും. 25 ആൾക്കാർ. അപ്പോൾ പുറകിൽ നിന്ന് 25 ആൾക്കാരുണ്ട് രാജേഷിനടുത്ത്. രാജേഷ് എത്രാമത്തെ ആളാവും? ഒരാളും കൂടെ കൂടിയിട്ട്, എന്നുവെച്ചാൽ രാജേഷിനെയും കൂടെ കൂട്ടി 26 പേരാണ്. പുറകിൽ നിന്ന് എത്രാമത്തെ സ്ഥാനമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റേ അറ്റത്ത് നിന്ന് രാജേഷ് എത്രാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്? 26. 91 സി. 92 ചെയ്യാം. 92 ഇതാണ്. 2 3 5 9 ഇവയിലെ ഒറ്റയാനെ കണ്ടെത്തുക. 2 3 5 എന്ന് കാണുമ്പോഴേ നമുക്കറിയാം അതെന്താണ്? പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ എന്തെന്ന് പറയും? അഭാജ്യ സംഖ്യകളാണ്. 9 മാത്രമാണ് ഇവിടുത്തെ കോമ്പോസിറ്റ് നമ്പർ. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. 92 ഓപ്ഷൻ ഡി. 93. ഓരോ ക്വസ്റ്റ്യനും സ്വന്തമായിട്ട് ചെയ്തിട്ട് ആൻസറിലോട്ട് നോക്കുക. 93 ഇതാണ്. 2 4 7 14 17 34 37 -77. നമുക്ക് എഴുതി നോക്കാം. 2 4 7 14 17 34 37 -77 തമ്മിലുള്ള ബന്ധം എന്തോ കൂടി, സംഖ്യകൾ കൂടുന്നുണ്ട്, പിന്നെ കുറച്ചടുപ്പത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോക്കും, റിലേഷൻ നോക്കുമ്പോൾ 4 കിട്ടണമെന്നുണ്ടെങ്കിൽ 2 കൂട്ടാം, അല്ലെങ്കിൽ 2 ഗുണിക്കാം. അപ്പോൾ 2 ഗുണിക്കുകയാണ്. ഇൻറ്റു 2 ചെയ്യുമ്പോൾ 4 കിട്ടി. 4 7 എത്തണമെങ്കിൽ +3 ചെയ്യണം. 7 14 ഇൻറ്റു 2 വീണ്ടും ചെയ്തു. ഇവിടെ +3 വീണ്ടും ചെയ്തു. 17 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 34. 34 +3 ചെയ്യുമ്പോൾ 37. 37 ഇൻറ്റു 2 ആണ് ഇനി ചെയ്യാനുള്ളത്. എത്ര കിട്ടുന്നു? 37 ഇൻറ്റു 2 74. ഇനി 74ന് കൂടെ +3 ചെയ്താൽ എന്ത് കിട്ടും? 77 കിട്ടും. അപ്പോൾ ആൻസർ എന്താണ്? 74 ഓപ്ഷൻ ബി. 94ാമത്തെ ക്വസ്റ്റ്യൻ. റെക്റ്റാങ്കിൾ എന്ന വാക്കിനെ, റെക്റ്റാങ്കിൾ 94ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റെക്റ്റാങ്കിൾ എന്ന വാക്കിനെ എങ്ങനെ എഴുതുന്നു? നമുക്ക് എഴുതി നോക്കാം. റെക്റ്റാങ്കിൾ എന്ന വാക്കിനെ SFDUBOHMF. ഓക്കെ, തമ്മിലുള്ള ബന്ധം ആദ്യം നോക്കാം. 6 എസ്, 6 കഴിഞ്ഞ് എസ്, ഇ കഴിഞ്ഞ് എഫ്, സി കഴിഞ്ഞ് ഡി, ടി കഴിഞ്ഞ് യു, എ ബി, എൻ ഒ, ജി എച്ച്, എൽ എം, ഇ എഫ്. എങ്കിൽ ഈ തന്നിരിക്കുന്ന കോഡ് എന്നത് സൂചിപ്പിക്കുന്ന താഴെ പറയുന്നതിൽ ഏത് വാക്കിനെയാണ്? വാക്കാണ് കണ്ടെത്തേണ്ടത്. ആദ്യം വാക്ക് നമ്മൾ കണ്ടെത്തിയിട്ട് കോഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ 6 കഴിഞ്ഞ് എസ് എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് കോഡ് തന്നിട്ടുണ്ട്. നമ്മളിനി എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ ഏത് വാക്കാണെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നിലത്തെ സംഖ്യ എടുക്കണം. യുവിന് തൊട്ട് മുന്നിലുള്ള സംഖ്യയാണ് ടി. ആദ്യം ടി വരണം. ടി വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, 94 സി. ഓക്കെ, അടുത്ത് 95. ഗിറ്റാർ 76 ആയാൽ സിത്താർ എത്ര? ഗിറ്റാർ 76. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം.
ഓരോ ക്വസ്റ്റ്യനും സ്വന്തമായിട്ട് ചെയ്യണം, എന്നിട്ട് ആൻസർ നോക്കാം. ഗിറ്റാർ. ജി എത്രയാണ്? 7. യു എത്രയാണ്? 21. ഐ എത്രയാണ്? 9. 20. 1. ആർ എത്രയാണ്? 18. ഇപ്പോൾ നമ്പറെല്ലാം എഴുതി. ഇനി കൂട്ടി നോക്കാം. 9 1 എത്രയാവും? 9 1 10. 21 7 28. 28 10 38. 20 58. 58 18 എത്രയാണ്? 76. അതല്ലേ നമുക്ക് തന്നിരിക്കുന്ന 76. അങ്ങനെയാണെങ്കിൽ സിത്താർ കണ്ടെത്തണം. സിത്താർ എന്ന് പറഞ്ഞാൽ യുവും ജിയും മാറ്റിയാൽ മതി അല്ലേ. എസ് കൊടുക്കണം. എസ് എത്രാമത്തെ നമ്പറാണ്? 19ാമത്തെ നമ്പറാണ്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടാം. 19 1 20. 29 49. 59 പിന്നെ ഒരു 8 അല്ലേ. എത്രയാണ്? 67. ഓപ്ഷൻ ബി. 96ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരാൾ വീട്ടിൽ നിന്ന് 400 മീറ്റർ കിഴക്കോട്ടും 400 മീറ്റർ കിഴക്ക്. ഓക്കെ. അടുത്തത് 800 മീറ്റർ വടക്കോട്ടും 800 മീറ്റർ വടക്ക്. അടുത്തത് 600 മീറ്റർ പടിഞ്ഞാറോട്ടും. 600 മീറ്റർ എന്ന് പറയുമ്പോൾ 400നെക്കാട്ടിലും കൂടുതലാണ്. 600 മീറ്റർ പടിഞ്ഞാറോട്ടും 800 മീറ്റർ വീണ്ടും തെക്കോട്ട് നടന്നു. 800 മീറ്റർ തെക്ക്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വീട്ടിൽ നിന്നും എത്ര മീറ്റർ അകലെയാണ്? വീട് ഇവിടെ. ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടെത്തേണ്ടത്. ഈ ഡിസ്റ്റൻസ് കണ്ടെത്തണം. അപ്പോൾ 600 മൈനസ് ഇതോട്ട് ഇതുവരെ 600, ഇത് 400. 600 മൈനസ് 400 വരും 200 എന്ന് കിട്ടി. ഓപ്ഷൻ സി. 96 ഓപ്ഷൻ സി. അടുത്തത് 97 നോക്കാം. 97 കോഡ് മാസ് വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എഴുതി നോക്കാം. എങ്ങനെ വരുന്നു? 60/7. ഭാഗം എന്നുള്ളത് പ്ലസ് ആവും. പ്ലസ് എന്നുള്ളത് ഇൻറ്റു ആകും. 6 × 10 ആണ്. ഇൻറ്റു എന്നുള്ളത് മൈനസ് ആകും. മൈനസ് എന്നുള്ളത് എന്താകും? ഭാഗം 5 എന്നാവും. അപ്പോൾ നമ്മൾ സൈൻ എല്ലാം മാറ്റി കൊടുത്തു. 10/5. 10/5 എത്രയാണ്? 2. 7 × 6. 7 × 6 എത്രയാവും? 42. ഇടയ്ക്ക് മൈനസ് 60. 60 + 42 - 2. 42 - 2 40 ആണ്. 40 + 60 എത്ര വരും? 100 എന്ന് കിട്ടും. 40 + 60 100. ഓപ്ഷൻ ബി. 97 ഓപ്ഷൻ ബി. 97 ഓപ്ഷൻ ബി ചെയ്തു. അടുത്തത് 98. അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. അമ്മയും മകളും. മകളുടെ പ്രായം എക്സ് എന്നെടുത്താൽ അമ്മയുടെ പ്രായം 4 മടങ്ങെന്ന് പറയുമ്പോൾ 4x ആകും ആണല്ലോ. ഇനി 20 വർഷത്തിന് ശേഷം രണ്ടുപേരുടെയും പ്രായം കൂടും. എക്സ് 20 കൂടും. 4x എന്നുള്ളതും 20 കൂടി. രണ്ടുപേരും എന്തായി? 4x + 20 x + 20 ആയി. ഇനി എന്ത് തന്നിട്ടുണ്ട്? 20 വർഷത്തിന് ശേഷം അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിൻ്റെ ഇരട്ടി. മകളുടെ പ്രായം ഇപ്പോൾ എത്രയാണ്? x + 2 ആണ്. അതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിക്കണം. 2 × x + 20. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടെത്തണം? എക്സ് കണ്ടെത്തണം. എന്നിട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന എന്താണോ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2 × x 2x + 2 × 20 40. അപ്പോൾ 4x + 20 എന്നുള്ളത് എന്താവും? 4x + 20 = 2x + 40 എന്ന് കിട്ടി. നമുക്ക് 2x = ഇപ്പുറത്തും അതുപോലെ 20 എന്നുള്ളത് = അടുത്ത സൈഡിലോട്ടും കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? 4x - 2x = 40 - 20 എന്ന് കിട്ടി. 4x - 2x 2x ആണ്. 2x = 40 - 20 20 എന്ന് കിട്ടി. 2x = 20 ആണെങ്കിൽ x = 20/2 കിട്ടും. എത്രയാണ്? 10 ആണ്. അപ്പോൾ മകളുടെ പ്രായം കിട്ടി. എക്സ് കിട്ടി 10. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. അമ്മയുടെ പ്രായം എത്ര? അമ്മയുടെ പ്രായം എത്രയാണ്? 4x. 4 × 10. 4 × 10 40. 98 ഓപ്ഷൻ ബി 40. 99 ഇതാണ്. ബന്ധപ്പെട്ട പദജോടി എടുത്തെഴുതുക. ന്യൂമോണിയ ശ്വാസകോശം. ന്യൂമോണിയ ബാധിക്കുന്ന രോഗമാണ് ശ്വാസകോശം. ഗ്ലോക്കോമ എന്തിനെ ബാധിക്കുന്നു? കണ്ണുകളെ ബാധിക്കുന്നു. 89 സി. 100ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫോട്ടോയിലുള്ള പുരുഷനെ ചൂണ്ടിക്കാണിച്ച് മാലതി പറഞ്ഞു, അയാളുടെ ഭാര്യ എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു മകളാണ്. അപ്പോൾ മാലതിയുണ്ട്, അയാളുടെ ഭാര്യ. മാലതി ഇവിടെ നിൽക്കുകയാണ്. അയാളുടെ ഭാര്യ. ആരോ ഒരാൾ അയാളുടെ ഭാര്യയെ കൊടുത്തു. ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു മകളാണ്. എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു മകൾ ഞാനാണ് അല്ലേ. ഞാനെന്ന് പറഞ്ഞാൽ അത് മാലതിയാണ്. മാലതിക്ക്
അയാളുമായുള്ള ബന്ധം. അയാളുമായിട്ടുള്ള ബന്ധം എന്താണ്? അയാളുടെ ഭാര്യയാണ് മാലതി എങ്കിൽ മാലതിയുടെ ആരാണ്? ഭർത്താവാണ് 100 ഓപ്ഷൻ സി. ഓക്കെ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ആൻസർ പറയുന്നതിന് മുന്നേ സ്വന്തമായിട്ട് ചെയ്തിട്ട് ആൻസർ നോക്കുക. ഓക്കെ. ഇതിൽ പ്രൈം നമ്പേഴ്സ്, ആവറേജ് ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക? പഠിക്കുക. പ്രൈം നമ്പറിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. ഓക്കെ. താങ്ക് യു.